ഈ ലോകത്തിന് ചുറ്റുമുള്ള എല്ലാ ലോകാത്ഭുതങ്ങളും നമുക്കൊരു പക്ഷേ കണ്ടു തീർക്കാൻ പറ്റും. എന്നാൽ ഈ ഭൂമിയുടെ 71% ഈ കാണുന്ന കടലും വെള്ളമൊക്കെയാണ്. അത് കണ്ടു തീർക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? വെൽക്കം ടു മെക്സിക്കോ സീരീസ് എപ്പിസോഡ് 6. ഇന്ന് നമ്മൾ പോകുന്നത് മെക്സിക്കോയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂബ ഡൈവിംഗ് ഐലൻഡ് ആയിട്ടുള്ള കൊസുമലിലേക്കാണ്. കടലിന്റെ അടിത്തട്ടിലുള്ള കാണാ കാഴ്ചയുടെ ലോകത്തേക്ക് ഒരു ചിന്ന ഡൈവ്. അപ്പൊ എങ്ങനെയാ? പ്ലായ ഡെൽ കാർമലിൽ നിന്ന് വെറും $25 നിങ്ങൾക്ക് റൗണ്ട് ഫെറി ടിക്കറ്റ് കിട്ടും. ഫെറിയിൽ കയറി കഴിഞ്ഞാൽ 45 മിനിറ്റിൽ നിങ്ങൾക്ക് കൊസുമലിൽ എത്താം. ഐലൻഡിലെത്തി ഞങ്ങൾ ഈ സ്കൂട്ടർ റെന്റ് ചെയ്ത് വെറും 35 ക്യാഡിനാണ്. നിങ്ങൾക്ക് ഇവരുടെ നമ്പർ വേണമെങ്കിൽ കോൺടാക്ട് എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ DMI അയച്ചു തരാം. സ്കൂട്ടർ എടുത്ത് ഞങ്ങൾ നേരെ ഡൈവിംഗ് സെന്ററിലോട്ട്. മെക്സിക്കോയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ $90 ഈ ഡൈവിംഗ് ഓഫർ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇവർ ത്രൂ ഡൈവിംഗ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ ഇവരുടെ ബുക്കിംഗ് ലിങ്ക് DMI അയച്ചു തരാം. കൂടാതെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് നീന്താൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി ഇതിനു മുമ്പ് സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവർ ത്രൂ ബുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നെ 10 മിനിറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് കടലിന്റെ അടിയിലോട്ട് ഇറക്കുന്നത്. ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഒരു ഭംഗി നിങ്ങൾ വന്ന് കണ്ടു നോക്ക്. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും പറ്റുന്ന ഒരു സ്ഥലത്ത് സ്കൂബ ഡൈവിംഗ് ചെയ്ത് ഈ ഭൂമിയുടെ വേറൊരു ലോകം കാണാൻ ശ്രമിക്കണം. അതുകൂടാതെ വെതർ കാരണം ഞങ്ങൾക്ക് ക്യാൻസൽ ആയ നിങ്ങൾക്കും ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ 1 ഡേ ബഫറായിട്ട് കൊടുക്കാൻ മറക്കരുത്. സ്കൂബ ഡൈവിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂട്ടർ എടുത്ത് ഈ ഐലൻഡ് കറങ്ങാനാണ്. ഈ ഐലൻഡിൽ നിന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അടിപൊളി ലാൻഡ്സ്കേപ്പും വൈൽഡ് ലൈഫും ബീച്ചസും അതിൽ മീൻ പിടിക്കുന്ന ആളുകളും സർഫ് ചെയ്യുന്ന ആളുകളും അങ്ങനെ കുറെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. എല്ലാം കഴിഞ്ഞ് സൺസെറ്റ് നമ്മുടെ ഫെറിയുടെ അങ്ങോട്ട് തന്നെ. ഞങ്ങൾ ഈ ട്രിപ്പിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി സൺസെറ്റ് ഇവിടുന്നായിരുന്നു. ലാസ്റ്റ് ഫെറി 8 മണി ആയതുകൊണ്ട് അധികം കറങ്ങാൻ പറ്റി. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നേരെ തിരിക്കേണ്ടി വന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.